എനിക്ക് വാങ്ങിയ നെക്ലേസ് തരാൻ വന്നതായിരിക്കും. ഇവിടെ വെച്ച് അമൃതയുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെ അത് വാങ്ങും? ഇവനെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വിവരം ഞാൻ മോളോട് പറഞ്ഞില്ലേ? അതെ. ഇവൻ തീപ്പാതിയായി പോവുമെന്നായിരുന്നു എന്റെ പേടി. എന്നാ ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയും പ്ലാസ്റ്റിക് സർജറിയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പഴയ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റി. ഭാഗ്യം. എനിക്കിന്ന് കുറച്ച് തിരക്കുകളുള്ള ദിവസാ. ഇവനെ വീട്ടിൽ തനിച്ചു നിർത്താൻ എനിക്കൊരു ധൈര്യം വന്നില്ല. അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതെന്താ കലയമ്മ? അങ്ങേരിവനെ ഉപദ്രവിക്കുമെന്ന് എന്റെ മനസ്സിന് എന്തോ ഒരു പേടി. ഇനി എനിക്ക് ഇതുപോലെ തിരക്കുള്ള എല്ലാ ദിവസവും ഞാനിവനെ ഇവിടെ കൊണ്ടുവിടാം. വൈകുന്നേരം വരെ ഇവനിവിടെ നിൽക്കട്ടെ. അതാവുമ്പോ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അയ്യോ, ഇവിടെ ഉച്ചകഴിഞ്ഞ് ആഹാരം കഴിക്കാൻ വരുന്നവരുടെ തിരക്ക് തുടങ്ങും. അതിനെന്താ അമൃതമോളെ? അഖിലമോളും പിള്ളേരും ഇവിടെ ഇല്ല. അപ്പൊ മഹിയേട്ടന. അപ്പൊ പിന്നെ നന്നായില്ലേ, നിനക്ക് സഹായത്തിനൊരാളായല്ലോ. ചേച്ചി പറഞ്ഞത് ശരിയാ. ഞാൻ ഇന്ന് വന്നത് അമൃതയ്ക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. അതൊരു നല്ല കാര്യമാ മോളെ. ഇവിടെ ജോലിക്ക് ആള് കുറവാണല്ലോ. ഒരു ബംഗാളിക്ക് കൊടുക്കുന്ന കാശ് ലാഭിക്കാലോ. അങ്ങനെയല്ല കലയമ്മേ. മഹിയേട്ടന്റെ കാര്യങ്ങൾ നോക്കാനും കെയർ ചെയ്യാനും ഇവിടുത്തെ ജോലികൾക്കും തിരക്കിനും ഇടയിൽ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ. 2 പ്രാവശ്യം നിന്റെ ജീവൻ രക്ഷിച്ച എന്നെ നീ ഒഴിവാക്കണം അമൃതേ. എടാ, അതൊന്നും നീ ഇവിടെ പറയണ്ട. അമൃതയുടെ ജീവൻ രക്ഷിച്ചതും നീ ഇവിടെ നിൽക്കുന്നതും തമ്മിൽ കൂട്ടിക്കുഴക്കുകയും വേണ്ട. ഇവളുടെ ജീവൻ രക്ഷിക്കുക എന്നത് നിന്റെ ഒരു നിയോഗമായിട്ട് കരുതിയാ മതി. അത് ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നിനക്കുണ്ട്. ഞാനൊരിക്കലും നിന്നെ നിർബന്ധിക്കില്ല മോളെ. നിനക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവനെ നിർത്തിയാ മതി. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. അമൃതമോളുടെ താല്പര്യം തന്നെയാ എനിക്ക് പ്രധാനം. ഞാൻ വീട്ടിലില്ലാത്തപ്പോ അങ്ങേരിവനെ എന്തെങ്കിലും ചെയ്താ അത് വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അല്ല, ആരെ കുറിച്ചാ മാഡം ഇടയ്ക്കിടെ അങ്ങേരി അങ്ങേരി എന്ന് പറയുന്നത്? നിനക്കെന്താ ഇവിടെ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? ജോലിക്കാരി എന്തിനാ വീട്ടുകാരെ സംസാരിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നതെന്ന്. ഞാൻ പോയേക്കാമേ. നിങ്ങളുടെ അച്ഛന്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും ചിലപ്പോ ഇവന്റെ വിധി. മഹിയേട്ടനെ തനിച്ചാക്കി അമ്മ എങ്ങോട്ടും പോവാതിരുന്ന പോരെ? എന്റെ പ്രശ്നങ്ങളൊന്നും മോൾക്കറിയാത്തത് കൊണ്ടാ അങ്ങനെ പറയുന്നത്. ചന്ദ്രൻ കാണിച്ച അഴിമതികളുടെ പേരില് ഒത്തിരി കുഴപ്പങ്ങൾക്ക് നടുവിലാ ഞാൻ. ജയിലിലാവാതിരിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. ഇവന് വേണ്ടി വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് എങ്ങനെ പറ്റും മോളെ? കേസിന്റെ കാര്യങ്ങൾക്കായി പലരെയും കാണാൻ എനിക്ക് പുറത്തു പോവേണ്ടി വരില്ലേ? വാ മഹി, നീ ഇവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട. നമുക്ക് പോവാം. വേണ്ട കലയമ്മേ, എനിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. മഹിയേട്ടൻ ഇവിടെ നിന്നോട്ടെ. കണ്ടില്ലേടാ, നല്ല മനസ്സ് അമൃതമോളുടെ. ദേ, പക്ഷെ ഒരു കാര്യം, നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൾക്കും അനിയത്തിമാർക്കും കാര്യമായ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം. ഉച്ചയ്ക്ക് ഊണ് സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാ. നീ അവിടെ കൗണ്ടറിൽ തന്നെ ഇരുന്നാ മതി. അത് അമൃതമോൾക്കൊരു വലിയ സഹായാവും, അല്ലേ മോളെ? ശരി, എന്നാ പിന്നെ ഇനി ഞാൻ നിന്ന് നേരം കളയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം സാധിക്കാൻ ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ അകത്തേക്ക് ചെല്ലേ, ഞാൻ വൈകുന്നേരം വരാം. ശരി ചേച്ചി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.